നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. അറിഞ്ഞോ, വേൾഡ് കപ്പായി. രണ്ടാഴ്ചക്കപ്പുറം വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. മെക്സിക്കോയിൽ ജൂൺ 10 രാത്രിയിൽ, നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 11 പുലർച്ചെ, മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേൾഡ് കപ്പിന് തുടക്കമാവുകയായി. എന്ന് പറഞ്ഞ ഇത്തവണ 48 ടീമുകളുണ്ട്. നമ്മൾ ഈ രണ്ടാഴ്ച ദൂരെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യത ആർക്കാണ്? നമ്മളൊരു പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. ഫോക്സ് സ്പോർട്സിൻ്റെ പവർ റാങ്കിങ് ആണ് അവതരിപ്പിക്കുന്നത്. 48 ടീമുകളെയും നമ്മൾ എടുക്കുന്നു. 48 ടീമുകൾ എന്ന് പറഞ്ഞാൽ അതിൽ പല ടീമുകളും പുതുതായിട്ട് വരുന്നവരുണ്ട്, അതുപോലെ കുറേ കാലത്തിന് ശേഷം വീണ്ടും വരുന്നവരുണ്ട്. സ്ഥിരമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ബ്രസീലിനെ പോലെയുള്ള ടീമുകളുണ്ട്. ഒറ്റ വേൾഡ് കപ്പ് മിസ് ചെയ്യാത്ത ഒരേ ഒരു രാജ്യമേ ഫുട്ബോൾ ലോകത്തുള്ളൂ, അത് ബ്രസീലാണ്. ഇത്തവണ അവരുണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മളൊന്ന് പരിഗണിച്ചിട്ട് ഓരോ ടീമിൻ്റെയും കിരീട സാധ്യത പരിശോധിക്കുമ്പോൾ ഫോക്സ് സ്പോർട്സ് നമ്മളൊരു ബേസായിട്ട് എടുക്കുന്നു. ബാക്കി എക്സ്പ്ലനേഷൻ, വിശകലനം നമ്മൾ പല സോഴ്സുകൾ കൂടി നോക്കി നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തങ്ങ് പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇപ്പോൾ 48ാമത് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത നമ്മൾ കാണുന്നത് ഹെയ്ത്തിക്കാണ്. ഹെയ്ത്തി വേൾഡ് കപ്പ് കിരീടം ചൂടുന്നൊന്നും നിങ്ങൾ ആരും കരുതുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ എന്ന് പറയാൻ വിംഗർ ഡെറിക് എറ്റിനെ ജൂനിയറാണ്. ടൊറൻറ്റോ FC കളിക്കാരനാണ്. ഏതായാലും ഹെയ്ത്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ വേൾഡ് കപ്പാണ്. 1974 അവർ ആദ്യം വേൾഡ് കപ്പ് കളിക്കുന്നതിന് ശേഷം ഏറെ നാളിന് ശേഷം വേൾഡ് കപ്പിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഗ്രൂപ്പ് സിയിൽ വമ്പന്മാർക്കൊപ്പം, അതായത് ബ്രസീലിനും മൊറോക്കോക്കും സ്കോട്ട്ലാൻഡിനും ഒപ്പമാണ് അവർ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അത് പരിഗണിച്ചാണ് അവർക്ക് 48ാം സ്ഥാനം കൊടുക്കുന്നത്. 47 കുറസാവയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിനെത്തുന്ന ചെറിയ രാജ്യമാണ്. അവരുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1,56,000 അതായത് അപ്രോക്സിമേറ്റ് 1,56,000. പക്ഷേ അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു. 1,56,000 ആളുകളാണ്. നമ്മൾ 150 കോടിയൊക്കെ അടുത്താണെന്ന് കാര്യം ഓർക്ക്. ഇവിടെ ഇപ്പോൾ അടുത്ത സീസണിൽ ലീഗ് ഉണ്ടാവില്ലേ, ISL ഉണ്ടാവില്ലേ എന്നുള്ളതൊരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. ഏതായാലും അവർ ഗ്രൂപ്പ് ഇയിലാണുള്ളത്. മികച്ച ടീമുകളോടാണ് ഗ്രൂപ്പ് ഇയിൽ അവർക്ക് മുട്ടാനുള്ളത്. അതിൽ ജർമ്മനി, ഇക്വഡോർ, ഐവറി കോസ്റ്റ് തുടങ്ങിയ ടീമുകളോട് മുട്ടുമ്പോൾ ഒരു മുന്നോട്ട് പോകും നമ്മൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് 47ാം സ്ഥാനം. 46ാമത് പനാമ, മറ്റൊരു ചെറിയ രാജ്യം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരും മികച്ച ഗ്രൂപ്പിലാണ്. ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന ഈ ടീമുകളോടൊക്കെയാണ് ഏറ്റുമുട്ടാനുള്ളത്. അവരുടെ പ്രധാന താരം മിഡ്ഫീൽഡറായിട്ടുള്ള അഡാൽബർട്ടോ കടാസ്കിയാണ്. പുമാസ് UNM താരം, അതായത് മെക്സിക്കോയിലെ ലിഗ MXൽ കളിക്കുന്ന പുമാസ് UNM കളിക്കാരനാണ് അവരുടെ പ്രധാന താരം. എന്നാലും അവർ വലിയ രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഗ്രൂപ്പ് എല്ലിൽ നിന്ന് അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. 45 സൗത്ത് ആഫ്രിക്ക. കീ പ്ലെയർ സ്ട്രൈക്കർ ലൈലെ ഫോസ്റ്ററാണ്. ബേൺലിയുടെ താരമാണ് ലൈലെ ഫോസ്റ്റർ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആഫ്രിക്കയിലെ മോശമല്ലാത്തൊരു ടീമാണ് അവരെങ്കിലും ഇപ്പോൾ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, സെച്ചിയ, സൗത്ത് കൊറിയ ടീമുകളാണ് വേറെയുള്ളത്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരം മെക്സിക്കോക്കെതിരെ ജൂൺ 11 രാത്രി ഇവർ കളിക്കും. കേപ്പ് വെർദെ 44ാമത്. ഒരു ഐലൻഡ് രാജ്യം, ഐലൻഡ് രാജ്യം വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നു. കേപ്പ് വെർദയെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് യോഗ്യത തന്നെ ഒരു സ്വപ്ന സമാനമായ നേട്ടമാണ്. ഗ്രൂപ്പ് എച്ചിൽ നിന്ന് അവർ മുന്നോട്ട് കടക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം സ്പെയിനുണ്ട് അവിടെ, ഉറുഗ്വായ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയെ ലോക ചാമ്പ്യന്മാരിലേക്കുള്ള പോക്കിനിടക്ക് അവർക്ക് എന്തെങ്കിലും തട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സൗദിയിൽ നിന്നാണ്. ഇപ്പോൾ CR7 പറഞ്ഞ ലോകത്തെ ഏറ്റവും മികച്ച 5 ലീഗുകളിൽ ഒന്നാണ് സൗദി ലീഗ് എന്നാണ്. അങ്ങനെ ലീഗ് നടക്കുന്നിടത്ത് വമ്പൻ താരങ്ങളോട് മുട്ടിയിട്ടൊക്കെ വരുന്ന താരങ്ങളുമായിട്ടാണ്
ഇപ്പോൾ സൗദി വരുന്നത്. അൽ ഹിലാലിൻ്റെ 7 താരങ്ങളും അൽ നസറിൻ്റെ 6 താരങ്ങളും അവരുടെ സ്ക്വാഡിലുണ്ട്. അപ്പോൾ അവരോടൊക്കെ മുട്ടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഏതായാലും എളുപ്പമാവില്ല. അതുകൊണ്ടാണ് കേപ്പ് വെർദെ 44-ാമത്. 43-ാം സ്ഥാനത്ത് ന്യൂസിലാൻഡ്. ഓഷ്യാനിയയുടെ ഒരേ ഒരു പ്രതിനിധി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ സ്ട്രൈക്കർ ക്രിസ് വുഡാണ് അവരുടെ സൂപ്പർ താരം. കിവീസ് ഓഷ്യാനിയ റീജിയനിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടി വന്നൊരു ടീമാണ്. ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ ഈ ബാക്കി കോൺഫെഡറേഷൻസ് വെച്ച് നോക്കുമ്പോൾ വീക്കായിട്ടുള്ളൊരു കോൺഫെഡറേഷനാണ് അത്. അവിടെ നിന്ന് അവർ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് സാധ്യത കുറവാണ്. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം, ഈജിപ്ത്, പിന്നെ ഇറാൻ, ഈ ടീമുകളോടൊപ്പമാണ് അവർക്ക് മാറ്റുരക്കാനുള്ളത്. മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. 42 ഇറാഖാണ്. ഇറാഖ് ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫൊക്കെ കളിച്ചിട്ടാണ് വരുന്നത്. അൽ കർമയുടെ താരം ഐമൻ ഹുസൈനാണ് അവരുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കർ. ഏതായാലും നോർവേ, ഏർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ, പിന്നെ ആഫ്രിക്കൻ വമ്പന്മാരായ സെനഗൽ, ഈ വേൾഡ് കപ്പിൻ്റെ ഹോട്ട് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഫ്രാൻസ്, ഈ ടീമുകളോട് മുട്ടിയിട്ട് ഇറാഖ് മുന്നോട്ട് പോകുമെന്ന് നമുക്കിപ്പോൾ തൽക്കാലം വിശ്വസിക്കാൻ വയ്യ. 41-ാമതാണ് ഖത്തറുള്ളത്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ് അക്രം അഫീഫ് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട താരം. കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഹോസ്റ്റുമാരായിരുന്നു. ഈ വേൾഡ് കപ്പിലെത്തുമ്പോൾ അവർ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഗ്രൂപ്പിൽ സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ടീമുകളാണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇനി 3-ാം സ്ഥാനവും കൊണ്ട് അവർ അടുത്ത റൗണ്ടിലേക്ക്, റൗണ്ട് ഓഫ് 32 കടന്നു പോകാൻ യോഗ്യത നേടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 40-ാമത് ഉസ്ബെക്കിസ്ഥാൻ. ഏഷ്യൻ രാജ്യം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡർ അബ്ദുൽ ഖാദിർ കുഷാനോവിനോ അറിയില്ലേ? അദ്ദേഹമാണ് അവരുടെ പ്രധാന താരം, പ്രധാന ഡിഫൻഡർ അദ്ദേഹമാണ്. കടുത്ത ഗ്രൂപ്പിലാണ് കൊളംബിയ, പോർച്ചുഗൽ, പിന്നെ DR കോങ്കോ. ഈ ഒരു ഗ്രൂപ്പ് കെ. അവിടെ നിന്ന് ഉസ്ബെക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇപ്പോൾ നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. 39-ാമത് കോങ്കോ തന്നെയാണ്. അതേ ഗ്രൂപ്പിലുള്ള കോങ്കോ. പോർച്ചുഗലും കൊളംബിയയും ഉസ്ബെക്കും എതിരാളികളായി വരുന്ന കോങ്കോ. റയൽ ബെറ്റീസിൻ്റെ താരം സെഡ്രിക് ബെക്കാംബുവാണ് അവരുടെ പ്രധാന കളിക്കാരൻ. എന്തുണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും കാത്തിരിക്കാം എത്രത്തോളം അവർ മുന്നോട്ട് പോകും എന്നറിയാൻ വേണ്ടി. ടുണീഷ്യ, മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യ, മിക്ക വേൾഡ് കപ്പുകളിലും നമ്മൾ കാണാറുള്ള രാജ്യമാണ് ടുണീഷ്യ. അവരിനി ഒരിക്കൽ പോലും ഈ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് മുന്നോട്ടേക്ക് പോയിട്ടില്ല. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ മിഡ്ഫീൽഡർ എലിസ് സ്കിഴിയാണ് അവരുടെ പ്രധാനപ്പെട്ട താരം. ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ, ജപ്പാൻ, നെതർലൻഡ്സ് ടീമുകളാണ് അവരുടെ എതിരാളികളായിട്ടുള്ളത്. ഒരു പക്ഷേ 3-ാം സ്ഥാനമോ മറ്റൊക്കെ കൊണ്ട് അവർ റൗണ്ട് ഓഫ് 32 പോയാൽ അത്ഭുതപ്പെടാനില്ല. 37-ാമത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷ ഈ വേൾഡ് കപ്പിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അവരുടെ വേൾഡ് കപ്പ് പാർട്ടിസിപ്പേഷൻ തന്നെ വലിയൊരു നേട്ടമായിട്ട് അവർ കാണുന്നുണ്ടാവും. റന്നസിൻ്റെ താരം മൂസ അൽ തമാഴിയാണ് അവരുടെ പ്രധാന കളിക്കാരൻ. ഗ്രൂപ്പ് ജെയിൽ അർജൻറ്റീന, അൾജീരിയ, ഓസ്ട്രിയ ടീമുകളോടൊപ്പമാണ് അവർക്ക് കളിക്കാനുള്ളത്. ഏതായാലും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. മുന്നോട്ട് പോവുക എന്നുള്ളത് ദുഷ്കരമാണ്. 36-ാമത് ഓസ്ട്രേലിയ, മറ്റൊരു AFC ടീം, ഏഷ്യൻ കോൺഫെഡറേഷൻ എന്നുള്ള ടീമാണ്. വേൾഡ് കപ്പുകളിൽ അവർ യോഗ്യത ഉറപ്പാക്കാറുണ്ടെങ്കിലും വലിയ മുന്നേറ്റങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതവണ ഗ്രൂപ്പ് ഡിയിലാണുള്ളത്. തുർക്കിയെ, അതുപോലെ USA, പിന്നെ പരാഗ്വേ ടീമുകളാണ് അവരുടെ എതിരാളികൾ. കടുത്ത ഒരു പോരാട്ടം ഗ്രൂപ്പ് ഡിയിൽ നടക്കുന്നു വേണം കരുതാൻ. 35-ാമത് ആഫ്രിക്കൻ ആനകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഐവറി കോസ്റ്റാണ്. ഷാർലറ്റ് FC വിൽഫ്രഡ് സാഹ തന്നെയാണ് അവരുടെ സൂപ്പർ താരം. ഇക്വഡോറും ജർമ്മനിയും കുറസാവോയും അടങ്ങുന്ന ഗ്രൂപ്പ് ഇയിൽ നിന്നാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ളത്. റൗണ്ട് ഓഫ് 32 അവരെത്തിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. 34-ാമതാണ് ഈജിപ്ത്. മുഹമ്മദ് സലായുടെയും ഒമർ മർമോഷിൻ്റെയും ഒക്കെ ടീം ഈ വേൾഡ് കപ്പിലെങ്കിലും
ഒരു മുന്നേറ്റം അവർ നടത്തുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നിരവധി ആരാധകരുണ്ട്. ഈജിപ്തിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ പോലും അവരൊരു വേൾഡ് കപ്പ് ഗെയിം ജയിച്ചിട്ടില്ല, ഒറ്റക്കളി പോലും ജയിച്ചിട്ടില്ല. ഇത്തവണ അത് സംഭവിക്കുമോ? അതെങ്കിലും നടക്കും. കാരണം ഇറാനും ന്യൂസിലൻഡും എതിരാളികളായിട്ട് ഈ ഗ്രൂപ്പിലുണ്ട്, ഗ്രൂപ്പ് ജിയിലുണ്ട്. പിന്നെ ബെൽജിയമാണ്. ബെൽജിയത്തോട് ഒരല്പം ബുദ്ധിമുട്ടാകുമെങ്കിലും ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളതൊന്നും ഇപ്പോൾ ഈജിപ്തിന് അത്ര വലിയ പ്രശ്നമാവേണ്ടതില്ല. ന്യൂസിലാൻഡിന് എന്തായാലും അവർ തോൽപ്പിക്കുന്നും കരുതാം. സോ അത് മാറും. പക്ഷേ റൗണ്ട് ഓഫ് 32 അപ്പുറത്തേക്ക് അവർ എത്രത്തോളം പോകുന്നതാണ് അറിയേണ്ടത്. അൾജീരിയ 33, പവർ റാങ്കിങ്ങിൽ 33. അൾജീരിയ അൽ അഹ്ലിയുടെ മുൻപത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സുപ്രധാനമായിരുന്ന റിയാദ് മെഹ്റസ് ആണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. അൾജീരിയൻ താരം റിയാദ് മെഹ്റസ്. അൾജീരിയയുടെ അറ്റാക്ക് വളരെ സ്ട്രോങ് ആണ്. റിയാദ് മെഹ്റസ് തന്നെയാണത് ലീഡ് ചെയ്യുന്നത്. ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയാൻ ഡിഫൻസ് വീക്കാണ്. ഗ്രൂപ്പ് ജയിൽ അർജൻറ്റീനക്കും ജോർഡാനും ഓസ്ട്രേലിയക്കും എതിരാണ് അവരുടെ കളികൾ. ആദ്യ മത്സരം തന്നെ ജൂൺ 16 ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയ്ക്കെതിരെയാണ്. സോ അവരെ എത്രത്തോളം മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 32ാമത് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന. ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന തീർച്ചയായിട്ടും ഇറ്റലിയുടെ സ്വപ്നങ്ങൾ തല്ലി തകർത്തിട്ടാണ് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന ഈ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. എഡിൻ സെക്കോ തന്നെയാണ് ഷാൽക്കെ നോട്ട് ഫോറിൻ്റെ സ്ട്രൈക്കർ എഡിൻ സെക്കോ തന്നെയാണ് അവരുടെ സൂപ്പർ താരം. അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് അവർ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് ബിയിൽ കാനഡ, സ്വിറ്റ്സർലൻഡ്, ഖത്തർ ടീമുകളാണ് എതിരാളികൾ. ഒരുപക്ഷെ റൗണ്ട് ഓഫ് 32 ഒക്കെ അവർ അനായാസം എത്തേണ്ടതാണ്. 31ാമത് സൗദി അറേബ്യ. സലേം അൽ ദൗസാരി അൽ ഹിലാലിൻ്റെ സലേം അൽ ദൗസാരിയാണ് അവരുടെ സൂപ്പർ താരം. മറ്റ് താരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൽ നസറിൻ്റെ 6 താരങ്ങൾ, അൽ ഹിലാലിൻ്റെ 7 താരങ്ങൾ. മോശമല്ലാത്ത സ്കോഡും കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ മാനേജറാണ്. ഒരു 2 മാസം അപ്പുറം മാത്രം പുതിയ മാനേജറെ വെച്ചിട്ടാണ് അവർ എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് കണ്ടറിയണം. ഗ്രൂപ്പ് എച്ചിൽ ഓപ്പണൻസ് ശക്തരുമാണ്. ഉറുഗ്വായ്, സ്പെയിന്. ഈ 2 ടീമുകളോട് മുട്ടി എങ്ങനെ നിൽക്കാൻ പറ്റും? പിന്നെ കേപ്പ് വെർദെയാണ് എതിരാളികൾ. ഒരു പക്ഷേ മികച്ച 3ാം സ്ഥാനക്കാരെന്ന രൂപത്തിൽ റൗണ്ട് ഓഫ് 32 പോയാൽ അത്ഭുതപ്പെടാനില്ല. 30ാമത് ഇറാനാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, USA കളിക്കുക എന്നുള്ളത് അവർക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. അവർ വേദി മാറ്റാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. ഇപ്പോൾ അവരുടെ ട്രെയിനിങ് ബേസ് അവർ മെക്സിക്കോയിലേക്ക് മാറ്റിയെന്ന വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഏതായാലും മെഹ്ദി തരേമിയെ പോലെയുള്ള അവരുടെ സുപ്രധാനങ്ങൾക്ക് വിസ കൊടുക്കുമോ അമേരിക്ക എന്നുള്ളതും കണ്ടറിയണം. ഏഷ്യൻ വമ്പന്മാരാണ്. ഫിഫ റാങ്കിൽ 21ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ടീമാണ്. ഗ്രൂപ്പ് ജിയിൽ നിന്ന് ന്യൂസിലാൻഡും ബെൽജിയവും ഈജിപ്തും അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് അവർ റൗണ്ട് ഓഫ് 32 കടക്കേണ്ടതാണ് നോർമലി, അല്ലെങ്കിൽ വലിയ അട്ടിമറിയൊക്കെ സംഭവിക്കണം. 29ാമത് സെച്ചിയ നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്. മിഡ്ഫീൽഡർ തോമസ് സൗഷക്ക് തന്നെയാണ്. വെസ്റ്റ് ഹാം യുണൈറ്റഡിൻ്റെ തോമസ് സൗഷക്ക് തന്നെയാണ് അവരുടെ സുപ്രധാനം. സെച്ചിയക്ക് ഗ്രൂപ്പ് എയിൽ സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ ടീമുകളാണ് എതിരാളികൾ. അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. 28ാമത് ഘാന. പവർ റാങ്കിൽ 28ാം സ്ഥാനത്താണ് ഘാന. മിഡ്ഫീൽഡർ മുഹമ്മദ് ഖുദ്സിൻ്റെ ഘാന. സോ ഘാനയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് സ്ക്വാഡുമായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് വേണം കാണാൻ. ഈ വേൾഡ് കപ്പിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഗ്രൂപ്പ് എല്ലിൽ പനാമ, ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ ടീമുകളോടൊപ്പമാണ് അവർ കളിക്കുന്നത്. റൗണ്ട് ഓഫ് 32 അവർ സ്വപ്നം കാണുന്നുണ്ട്. 27ാമത് സ്കോട്ട്ലൻഡ് യൂറോപ്യൻ ടീമായ സ്കോട്ട്ലൻഡിൻ്റെ കീ പ്ലെയർ നാപ്പോളിക്ക് വേണ്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മുൻ യുണൈറ്റഡ് താരമൊക്കെയായ സ്കോട്ട് മാക്ടോമിനായി തന്നെയാണ്. ഗ്രൂപ്പ് സിയിൽ ഹെയ്റ്റി, മൊറോക്കോ, ബ്രസീൽ ടീമുകളോട് മുട്ടിയിട്ട് റൗണ്ട് ഓഫ് 32 പിടിക്കുമോ? കാത്തിരുന്ന് കാണണം. 26ാം സ്ഥാനത്ത് വരുന്നത് പരാഗ്വയാണ്. ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായിട്ടുള്ള പരാഗ്വ വീണ്ടും വേൾഡ് കപ്പിനെത്തുന്നു. ഗ്രൂപ്പ് ഡിയിൽ USA, തുർക്കിയെ, ഓസ്ട്രേലിയ ടീമുകൾക്ക് ഒപ്പമാണ് അവർക്ക് കളിക്കാനുള്ളത്. ഏതായാലും അറ്റ്ലാന്റ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡർ മിഗുവൽ ആൽമിറോണാണ് അവരുടെ ഇത്തവണത്തെ പ്രധാന താരം. 25ാമത് സ്വീഡൻ വരുന്നു. സ്വീഡൻ വിക്ടർ ഗ്യോക്കഴ്സ് തന്നെയാണ് അവരുടെ കുന്തമുന. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ റൂണി ബർദഗയെ പോലുള്ളവരെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്.
ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യ, നെതർലൻഡ്സ്, ജപ്പാൻ ടീമുകളോട് മുട്ടിയിട്ട് അവർ ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 24ാമത് ഓസ്ട്രിയ വരുമ്പോൾ മിഡ്ഫീൽഡർ മാസൽ സാബിറ്റ്സർ ബൊറൂസിയ ഡോട്ട്മുണ്ടിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട താരം. ഗ്രൂപ്പ് ജയിൽ ജോർദാൻ, അർജൻറ്റീന, അൾജീരിയ ടീമുകളോടാണ് അവർക്ക് മുട്ടാനുള്ളത്. റൗണ്ട് ഓഫ് 32 അവരെന്തായാലും സ്വപ്നം കാണുന്നുണ്ട്. 23ാമതാണ് ആഫ്രിക്കൻ വമ്പന്മാരായിട്ടുള്ള സെനഗൽ. സാദിയോ മാനയല്ലാതെ മറ്റാര്? സാദിയോ മാന മാത്രമല്ല, എല്ലാ പൊസിഷനിലും മികച്ച താരങ്ങൾ ഇന്ന് അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. എന്നാൽ അവരുടെ ഗ്രൂപ്പ് നോക്കണം. അവർക്ക് ഫ്രാൻസിനോട് മുട്ടാനുണ്ട്. അതൊരു വല്ലാത്ത വൈകാരികമായ കളിയായിരിക്കും. പിന്നെ നോർവേ, ഇറാഖ്. നോർമലി പറയുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 32 കടന്ന് അവർ മുന്നോട്ട് പോകും എന്ന് തന്നെ പറയേണ്ടി വരും. 22ാമതാണ് കാനഡ. കാനഡയെ സംബന്ധിച്ചിടത്തോളം ഡിഫൻഡർ അൽഫോൻസോ ഡേവിസ് ഒരു ഇഞ്ചുറി പ്രോണാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. എത്രത്തോളം മികവിലേക്ക് അവർക്ക് പോകാൻ പറ്റുമെന്ന് കണ്ടറിയണം. ഗ്രൂപ്പ് ബിയിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഖത്തർ, സ്വിറ്റ്സർലൻഡ് ടീമുകളാണ് എതിരാളികൾ. റൗണ്ട് ഓഫ് 32ലേക്ക് അവർ എത്തേണ്ടതാണ്. 21ാമത് തുർക്കിയാണ്. തുർക്കിയെ ആർദ ഗ്യൂളർ അല്ലാതെ മറ്റാര്, അല്ലേ? റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം ഉണ്ടാകുമ്പോൾ മറ്റേത് കീ പ്ലെയർ? ഏതായാലും തുർക്കുകൾ ഇത്തവണ മികച്ച ടീമും കൊണ്ട് തന്നെയാണ് വരുന്നത്. ഗ്രൂപ്പ് ഡിയിൽ ഓസ്ട്രേലിയ, പരാഗ്വേ, USA ടീമുകളോടാണ് മുട്ടാനുള്ളത്. റൗണ്ട് ഓഫ് 32 അവർ ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് തന്നെ കരുതണം. 20ാമത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയ, ഏഷ്യൻ വമ്പന്മാരായിട്ടുള്ള സൗത്ത് കൊറിയ വീണ്ടും ഹ്യൂബിൻസണിനെ തന്നെ മുന്നിൽ നിർത്തിയിട്ടാണ് വരുന്നത്. മറ്റു പ്രധാനപ്പെട്ട താരങ്ങളും അവർക്കായിട്ട് കളിക്കാനുണ്ട്. ഗ്രൂപ്പ് എയിൽ സെച്ചിയ, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക ടീമുകളോട് മുട്ടി അവർ റൗണ്ട് ഓഫ് 32 പിടിക്കും എന്ന് തന്നെ വേണം കരുതാൻ. 19ാമത് സ്വിറ്റ്സർലൻഡാണ്. ഗ്രാൻഡ് സാക്ക ഇതവിടെയും അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ട്. അദ്ദേഹത്തെ തന്നെയാണ് അവർ പ്രധാനമായിട്ടും ഒരു ആയുധമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ഗ്രൂപ്പ് ബിയിൽ ഖത്തറും ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും കാനഡയുമുള്ള ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റു നോക്കുന്നത്. 18ാം സ്ഥാനത്ത് ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജപ്പാനാണ്. മിഡ്ഫീൽഡർ വാറ്റാഴു എൻഡോ, ലിവർപൂളിൻ്റെ താരം, അദ്ദേഹത്തെ തന്നെയാണ് അവർ പ്രധാനമായിട്ട് കാണുന്നത്. മറ്റു പൊസിഷനുകളിലും മികച്ച ടീമുകളുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു സൗഹൃദ മത്സരത്തിൽ ബ്രസീലിനെ തകർത്ത് തരിപ്പണമാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ മികവ് പുനരാവർത്തിച്ചാൽ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ അവർക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഗ്രൂപ്പ് എഫിൽ ഓപ്പണൻസായിട്ട് നെതർലൻഡ്സും ടുണീഷ്യയും സ്വീഡനുമാണുള്ളത്. റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 ഒക്കെ ജപ്പാൻ കടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 17ാമത് ഇക്വഡോറാണ്. ചെൽസിയുടെ മോയിസസ് കൈസേഡോ കുന്തമുനയാകുന്ന ടീം. തീർച്ചയായിട്ടും ഭാവിയിലേക്കുള്ളൊരു ടീം എന്ന രൂപത്തിൽ തന്നെ അവരെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ വിലയിരുത്തിയതാണ്. അതിൻ്റെ റിസൾട്ട് ഇത്തവണ കാണുമെന്ന് എന്ന് വേണം കരുതാൻ. അവർക്കിപ്പോൾ ഹിൻകപ്പി, വില്യൻ, പാച്ചോ തുടങ്ങിയ സൂപ്പർ ഡിഫൻഡർമാരൊക്കെ ഉണ്ട്. സോ അവർ മുന്നോട്ട് പോകും എന്ന് തന്നെ വേണം കരുതാൻ. സോ ഗ്രൂപ്പ് ഇയിൽ ഐവറി കോസ്റ്റും കുറസാവോയും ജർമ്മനിയുമാണ് എതിരാളികൾ. നല്ല പോരാട്ടം നടത്തിയാൽ മാത്രമേ മുന്നോട്ട് കയറാൻ പറ്റൂ. 16ാമത് നോർവേ. 1998 ശേഷം നോർവേക്ക് വേൾഡ് കപ്പിന് യോഗ്യത ലഭിക്കുന്നു. സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ് ഗോൾ അടിച്ച് തിമിർത്തിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിലൊക്കെ. അത് അദ്ദേഹം തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഗ്രൂപ്പ് ഐയിൽ അവരുടെ എതിരാളികളായിട്ട് വരുന്നത് ഇറാഖും സെനഗലും ഫ്രാൻസുമാണ്. ആരൊക്കെ ഹാലൻഡിൻ്റെ ബൂട്ടിൻ്റെ ചൂടറിയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇനി 15ാം സ്ഥാനത്ത് ഉറുഗ്വായാണ്. ഇടയ്ക്ക് നമ്മുടെ ലൂയിസ് സുവാരസ് ഒരു പ്രസ്താവനയൊക്കെ നടത്തി, വേണമെങ്കിൽ വേൾഡ് കപ്പ് ഞാൻ വരാട്ടോ, ദേശീയ ടീം വിളിച്ചാൽ ഞാൻ മാറി നിൽക്കൊന്നുമില്ല എന്ന്. പക്ഷേ അങ്ങനെ വിളിക്കുന്നു കരുതുന്നില്ല. അങ്ങനെ വിളിക്കേണ്ട കാര്യം ഇപ്പം എന്തായാലും അവർക്കില്ല. ലൂയിസ് സുവാരസും എഡിൻസൺ കവാനിയും ഇല്ലാത്തൊരു ടീം. ഫെഡറിക്കോ വാൽവർദെ തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട താരം. ഏതായാലും ടീം വളരെ പവർഫുൾ തന്നെയാണ്. ഗ്രൂപ്പ് എച്ചിൽ സൗദി അറേബ്യ, കേപ്പ് വെർദെ, സ്പെയിൻ ടീമുകളോട് മുട്ടി അവരെന്തായാലും റൗണ്ട് ഓഫ് 32 പിടിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് എത്ര ദൂരം എന്നുള്ളത് കാത്തിരുന്ന് കാണണം. 14ാമത് മെക്സിക്കോ എന്ന് പറയുമ്പോൾ ആതിഥേയരാണ്. ഉദ്ഘാടന മത്സരത്തിൽ അവരാണ് ജൂൺ 11 രാത്രിയിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് മുട്ടുന്നത്. മികച്ച ടീമുണ്ട്. സ്വന്തം ആരാധകരുടെ മുന്നിൽ അവർ നന്നായിട്ട് കളിക്കുന്നു പ്രതീക്ഷിക്കാം. റൗൾ ഹിമനസ്, ഫുള്ളാമിൻ്റെ റൗൾ ഹിമനസ് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ. ദെൻ മൊറോക്കോയാണ് 13ാം സ്ഥാനത്ത്. മൊറോക്കോ ഡിഫൻഡർ അഷ്റഫ് ഹക്കീമി അവരുടെ പ്രധാന താരം. എല്ലാവരും ഓർക്കുന്നുണ്ടാവും 2022 വേൾഡ് കപ്പിൽ അവർ നടത്തിയ കുതിപ്പും ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ആഫ്രിക്കൻ ടീം വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തുന്നതും.
ഇനി ഈ വേൾഡ് കപ്പിൽ അവർ എത്ര ദൂരം മുന്നോട്ട് പോകും? ബ്രസീൽ, സ്കോട്ട്ലൻഡ്, ഹെയ്ത്തി ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് സിയിലാണ്. ഗ്രൂപ്പിൽ രണ്ടാമതെങ്കിലും സ്ഥാനം പിടിച്ച് അവർ റൗണ്ട് ഓഫ് 32 പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. 12 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറ്റൊരു ആതിഥേയരാണ്. ക്രിസ്ത്യൻ പുലിസിച്ചിൻ്റെ ടീം അദ്ദേഹം അധികം വൈകാതെ അന്താരാഷ്ട്ര ഫുട്ബോൾ വിടുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. പരാഗ്വയും ഓസ്ട്രേലിയയും തുർക്കിയയുമുള്ള ഗ്രൂപ്പ് ഡിയിൽ നിന്ന് ആതിഥേയരായിട്ടുള്ള USA എത്രത്തോളം മുന്നോട്ട് പോകും കാത്തിരിക്കാം. 11ാം സ്ഥാനത്താണ് ബെൽജിയം ഉള്ളത്. ബെൽജിയം അവരുടെ സുവർണ തലമുറക്ക് കിരീടങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പലരും പരാതി പറയാറ് അല്ലെങ്കിൽ കളിയാക്കലൊക്കെ ഉണ്ട്. അതിനൊരു പരിഹാരം ഇത്തവണ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ബെൽജിയം ഉള്ളത്. ഒരു പിടി സൂപ്പർ താരങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പേര് കൂടി പറഞ്ഞില്ല, KDBയുടെ പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകുക. അല്ലെങ്കിൽ പിന്നെ ഒരു പിടി സൂപ്പർ താരങ്ങളുമായിട്ട് അവർ വരുന്നുണ്ട്. ഡോക്കുവും അതുപോലെ തിബോട്ട് കോർട്ടുവയും ഒക്കെ അടങ്ങുന്ന കിടിലൻ ടീമാണ്. ഗ്രൂപ്പ് ജിയിലാണ് ഈജിപ്റ്റ്, ഇറാൻ, ന്യൂസിലാൻഡ് ടീമുകൾക്കൊപ്പം ബെൽജിയം ഉള്ളത്. ടീമിൻ്റെ ടാലൻറ്റ് വെച്ച് റൗണ്ട് ഓഫ് 32 കടന്ന് റൗണ്ട് ഓഫ് 16 കടന്ന് അവർ മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 10ാമത് ക്രൊയേഷ്യയാണ്. 2018 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോയ ലുക്ക മോഡ്രിച്ച്, 2022 സെമി ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോയ ലുക്ക മോഡ്രിച്ച് 2026 ടീമിനെ കിരീടത്തിലേക്ക് തന്നെ കൊണ്ടുപോകുമോ എന്നാണ് അറിയേണ്ടത്. 41 വയസ്സ് കഴിയുമ്പോഴും AC മിലാൻ പോലെയുള്ള ടോപ്പ് 5 ലീഗിൽ ഒരു ടീമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ മിന്നും ഫോമിലാണ് അദ്ദേഹം കളിക്കാൻ ആഗ്രഹിക്കുന്നത് വേൾഡ് കപ്പിൽ. അങ്ങനെ ഒരു പക്ഷേ ആ മിന്നും പ്രകടനം നടത്തി അദ്ദേഹം വിടവാങ്ങിയേക്കും. എത്ര ദൂരം അവർ മുന്നോട്ട് പോകുന്ന അറിയേണ്ടത്. ഇംഗ്ലണ്ടും പനാമയും ഘാനയുമാണ് അവർക്കൊപ്പം ഗ്രൂപ്പിലെ എതിരാളികളായിട്ടുള്ളത്. 9ാമതാണ് ജർമ്മനി. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ഗ്രൂപ്പ് സ്റ്റേജിൽ മടങ്ങിപ്പോയ ജർമ്മനി കഴിഞ്ഞ വേൾഡ് കപ്പിന് മൂക്കുപൊത്തിപ്പോയതാണ്. ഇത്തവണ ആ പൊത്തൽ തുറന്ന് നല്ല സന്തോഷത്തിൽ കിരീടം ചൂടിക്കൊണ്ട് ചിരിക്കുമോ? ഏതായാലും ജമാൽ മുസിയാല അതുപോലെ മറ്റ് പ്രമുഖ താരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കോച്ച് സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മാനുവൽ നോയറെ സ്ക്വാഡിലേക്ക് തിരികെ വിളിച്ച് 2024 വിരമിച്ചു പോയ ആളാണ്. തിരികെ വിളിച്ച് ടീമിൽ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് ഇറക്കുമെന്ന് പറയുന്നു. ഗ്രൂപ്പിലെ എതിരാളികൾ കുറസാവോയും ഐവറി കോസ്റ്റും ഇക്കഡോറുമാണ്. അനായാസം ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജ് മറികടക്കും ജർമ്മനി എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 8ാമത് നെതർലൻഡ്സാണ്. എത്ര വേൾഡ് കപ്പുകളിൽ ഓറഞ്ച് വസന്തം വരുന്നത് കാത്തിരുന്നിട്ടുണ്ട് അവരുടെ ആരാധകർ. ഇത്തവണ വെർജിൽ വാൻ ഡൈക്കും ഫ്രങ്കി ഡിയോങ്ങും ഒക്കെ അടങ്ങുന്ന അവരുടെ ടീമും കൊണ്ട് അവർ വരുമ്പോൾ ചിലതൊക്കെ നടക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ജപ്പാനും സ്വീഡനും ടുണീഷ്യയുമാണ് ഗ്രൂപ്പ് Fൽ അവരുടെ എതിരാളികൾ. അനായാസം ഗ്രൂപ്പ് ഘട്ടം കടക്കും. പിന്നെ എന്തെന്നുള്ളതാണ് അറിയേണ്ടത്. 7ാമതാണ് ബ്രസീലിന് ഇടം കൊടുത്തിരിക്കുന്നത്. 7ാമത് കീ പ്ലെയർ വിനി ജൂനിയർ തന്നെയാണ്. നെയ്മർ ജൂനിയർ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ഇരിക്കുകയുമാണല്ലോ. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വേൾഡ് കപ്പ് നേടിയേ പറ്റൂ. 2002 ശേഷം ഇന്നുവരെ അതിന് അവർക്ക് സാധിച്ചിട്ടില്ല. കാർലോ ആഞ്ചലോട്ടിയെ പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രൊഫഷണലായ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കോച്ചിനെ കൊണ്ടുവന്ന് CBF നടത്തുന്ന ശ്രമവും ഈ കിരീടം 6ാം കിരീടം നേടുക എന്ന് തന്നെയാണ്. ഹെക്സ ഈസ് കമ്മിങ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഗ്രൂപ്പ്സിൽ അവരുടെ എതിരാളികളായിട്ട് മൊറോക്കോ ഉണ്ട്, ഹെയ്റ്റി ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്. അനായാസം അവർ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. 6ാമത് പോർച്ചുഗൽ. വേൾഡ് കപ്പിൽ ഇന്ന് വരെ മുത്തമിട്ടിട്ടില്ല പോർച്ചുഗൽ. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന 41കാരൻ അത് അർഹിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും സമ്മതിക്കുന്നതായിരിക്കും. 41ാമത്തെ വയസ്സിലും അദ്ദേഹം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹവും റാഫേൽ ലിയാവോയും ജാവോ ഫെലിക്സും ബ്രൂണോ ഫെർണാണ്ടസും ന്യൂനോ മെൻഡസും അതുപോലെയുള്ള താരങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു ശ്രമം നടത്തിയാൽ ഇത്തവണ വേൾഡ് കപ്പ് കിട്ടില്ലേ പോർച്ചുഗൽ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. DR കോങ്കോയും ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയുമാണ് അവരുടെ ഗ്രൂപ്പ് കെയിൽ എതിരാളികൾ. അനായാസം അവർ ആ ഗ്രൂപ്പ് കടക്കും, അക്കാര്യത്തിൽ സംശയമില്ല. 5ാമതാണ് അർജൻറ്റീന. സ്ക്വാഡ് പ്രഖ്യാപനം വൈകുന്നു. പല താരങ്ങളുടെയും പരിക്കിൻ്റെ പ്രശ്നങ്ങളാണിത് വൈകാൻ കാരണം. 28-ാം തീയതിയോ 29-ാം തീയതിയോ ആയിട്ട് സ്കലോനി സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും കീ പ്ലെയർ ആരാന്നൊരു ചോദ്യമേ വേണ്ട. അതിപ്പോഴും 39 വയസ്സാണെങ്കിലും ലയണൽ മെസ്സി തന്നെയാണ് അവരുടെ കീ പ്ലെയർ. ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ, ജോർദൻ ടീമുകളാണ് എതിരാളികൾ. അനായാസം അർജൻറ്റീന മറികടന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊളംബിയ 4ാമത്. അർജൻറ്റീനയ്ക്ക് മുകളിൽ കൊളംബിയയാണ് ഫോക്സ് സ്പോർട്സ് പ്രതിഷ്ഠിക്കുന്നത്. മിഡ്ഫീൽഡർ ഹാമേസ് റോഡ്രിഗസ് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ. മിന്നോസോട്ട യുണൈറ്റഡിനാണ് അവസാനം കളിച്ചത്.
അദ്ദേഹം അവിടെ വിടുകയാണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൂയിസ് ഡയസിനെ പോലെയുള്ള സൂപ്പർ ടാലൻറ്റുകളും സ്ക്വാഡിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. ഗ്രൂപ്പ് കെയിൽ ഉസ്ബെക്കിസ്ഥാനും കോങ്കോയും പോർച്ചുഗലുമാണ് എതിരാളികൾ. മറികടന്ന് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. മൂന്നാമത് ഇംഗ്ലണ്ടാണ്. സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ കുറേ ഞെട്ടിക്കലൊക്കെ തോമസ് തുഷൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൾ പാൽമറില്ല, ഫിൽ ഫോഡനില്ല, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡില്ല, അങ്ങനെ പറഞ്ഞാൽ കുറേ സൂപ്പർ താരങ്ങളില്ല. നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വയ്ക്കാൻ പോകുന്നില്ല. ജൂഡ് ബെല്ലിംഗാമിനെ പോലൊരു താരത്തെ എന്തായാലും സ്ക്വാഡിൽ എടുത്തു എന്നുള്ളത് നല്ല കാര്യം. ഹാരി കെയ്നാണ് അവരുടെ കുന്തമുന എന്ന കാര്യത്തിലും തർക്കമില്ല. ഗ്രൂപ്പ് എല്ലിൽ എതിരാളികൾ ക്രൊയേഷ്യയും ഘാനയും പനാമയുമാണ്. സ്വാഭാവികമായിട്ട് ഇംഗ്ലണ്ട് അനായാസം മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ പ്രഡിക്ഷനും. അതുതന്നെയാണ് ഇപ്പോൾ ഫോക്സ് സ്പോർട്സിൻ്റെ നിരീക്ഷണവും. രണ്ടാമത് സ്പെയിന്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളുള്ള ടീം. ലാമിനെ യമാലിനെ പോലെ പെഡ്രിയെ പോലെ മികവുറ്റ പ്രകടനം പുറത്തെടുക്കാൻ കെൽപ്പുള്ളൊരു ടീം. ഇനി വേണ്ടത് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുത്ത് ടീമിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രൂപത്തിൽ കളിക്കുക എന്ന് മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് അതിൻ്റെ വിജയം വരുന്നത് എന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ലയണൽ സ്കലോനി പറഞ്ഞത്. സോ അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ ഇവിടെ സ്പെയിനും അവർക്ക് മികച്ച ടീമുണ്ട്, പക്ഷേ മികച്ച ഡിസിഷൻസ് എടുക്കണം, മികച്ച മുന്നോട്ട് പോക്ക് നടക്കണം. ലാമിനെ യമാലൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ്. അതിൽ നിന്ന് അദ്ദേഹം മുക്തനായി തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഗ്രൂപ്പ് എച്ചിൽ കേപ്പ് വെർദെ, സൗദി അറേബ്യ, ഉറുഗ്വായ് ടീമുകളെ മലർത്തിയടിച്ച് ഇൻ സ്റ്റൈൽ അവർ മുന്നോട്ട് പോകും എന്ന് വേണം കരുതാൻ. ഫ്രാൻസാണ് ഒന്നാമത്. ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കപ്പെടുന്ന ടീം. കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ്, ഒസ്മാൻ ഡംബലയുടെ ഫ്രാൻസ്, ഡിസേ ഡോവിൻ്റെ ഫ്രാൻസ്. എന്നെ പറയുകയാണെങ്കിൽ ഒരു പിടി സൂപ്പർ താരങ്ങൾ, മൈക്കിൾ ഒലീസയെ പോലെയുള്ള താരങ്ങൾ ഈ വേൾഡ് കപ്പിൽ മിന്നിക്കത്തി അവരെ കിരീടത്തിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഐയിൽ സെനഗലും ഇറാഖും നോർവേയും അടങ്ങുന്ന ഗ്രൂപ്പിലാണ് അവരുള്ളത്. ദിദിയ ദശാം കോച്ച് നിലയിലുള്ള തൻ്റെ അവസാന വേൾഡ് കപ്പിനാണ് ടീമിനെ അണിയിച്ചൊരുക്കുന്നത്. കിരീടത്തിലേക്ക് ഫ്രാൻസ് പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സോ നമ്മുടെ പവർ റാങ്കിങ് വളരെ പെട്ടെന്ന് ആദ്യത്തെ 4-5 സ്ഥാനം പറഞ്ഞാൽ 1-ാം സ്ഥാനത്ത് ഫ്രാൻസാണ്, ഏറ്റവും അധികം കിരീട സാധ്യത. 2-ാമത് സ്പെയിനാണ്, 3 ഇംഗ്ലണ്ട്, 4 കൊളംബിയ, 5 അർജൻറ്റീന. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. വീഡിയോസ് അനുഭവിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.